കാർലോ ആൻസലോട്ടി ബ്രസീലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ അവസാനത്തെ ലാലിഗ മാച്ചും ഫെയർവെല്ലൊക്കെ കഴിഞ്ഞ് ബ്രസീലിൽ വന്ന് ജോയിൻ ചെയ്തു. വിത്തിൻ 1 ഡേ അദ്ദേഹം ജൂണിൽ നടക്കാൻ പോകുന്ന ആ ഒരു കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ സ്കോഡും അങ്ങോട്ട് ബ്രസീലിൻ്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്കോഡിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ് നെയ്മർ ആ ഒരു സ്കോഡിൽ ഇല്ല എന്നുള്ളത്. സോ അദ്ദേഹം എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത് കാർലോ ആൻസലോട്ടി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് കാർലോ ആൻസലോട്ടി വേർഡ്സ്. അദ്ദേഹത്തിൻ്റെ വേർഡ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് വേണം. കാരണം നെയ്മർ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം പ്ലേയിങ് ടൈമിന് വേണ്ടിയിട്ടാണ് അൽ ഹിലാലിൽ നിന്നും സാൻഡോസിലോട്ട് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറികളുടെ പ്രശ്നങ്ങൾ വന്നു. ഇഞ്ചുറി വന്നു. ഇപ്പോൾ അദ്ദേഹം ലാസ്റ്റ് 2 മാച്ചസ് കളിച്ചു. പക്ഷേ ആ ഒരു സാൻഡോസിൽ കളിച്ച ലാസ്റ്റ് 2 മാച്ചും അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയിട്ടുള്ളത്. പ്ലേയിങ് ടൈം വളരെ കുറവാണ്. നെയ്മറിനെ ഇപ്പോൾ ബ്രസീൽ സ്കോഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നെയ്മറിൻ്റെ ബ്രസീലിലെ വെർഷൻ നമുക്കറിയാലോ, അതൊരു വേറെ വെർഷനാണ്. അദ്ദേഹം ബ്രസീലിന് വേണ്ടി എന്തും ചെയ്യും. ബ്രസീലിന് വേണ്ടി ഗോൾ അടിക്കുക, ബ്രസീൽ ടീം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുക. അതാണ് ബ്രസീലിലെ നെയ്മർ വെർഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു വെർഷനെ ഇപ്പോൾ കറണ്ട് ഈ ജൂണിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നെയ്മറിന് ഇഞ്ചുറി ഉണ്ടാക്കാൻ തന്നെ സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു നെയ്മറിന് ഇഞ്ചുറി വരിക എന്ന് പറയുന്നത് വീണ്ടും ബ്രസീൽ ടീമിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുക. സോ നെയ്മറിനെ സൂക്ഷിക്കണം. അദ്ദേഹത്തെ ഇനി അടുത്ത പ്രാവശ്യം 100% ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും ബ്രസീൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും എന്നാണ് കാർലോ ആൻസലോട്ടി പറഞ്ഞിട്ടുള്ളത്. നെയ്മറിനോട് ഓൾറെഡി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നെയ്മറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു സ്ക്വാഡിൽ അദ്ദേഹം ഓക്കെയാണ്. എന്തുകൊണ്ട് നെയ്മർ എടുക്കാത്തത് എന്നുള്ളത് ആൻസലോട്ടി അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. നെയ്മർ ഓക്കെ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം സാൻഡോസിൽ കളിക്കുന്ന പോലെയല്ല നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സാൻഡോസിൽ കുറച്ചും കൂടി നെയ്മർ ഇഞ്ചുറി വരാതെ കുറച്ചും കൂടി സൂക്ഷിച്ചാണ് കളിക്കുക. പക്ഷേ ഇവിടെ ബ്രസീലിൽ വരുമ്പോൾ അങ്ങനെ ആവില്ല. ഇതൊരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരമാണ്, ബ്രസീലാണ്. സോ അദ്ദേഹത്തിന് അതിൻ്റേതായുള്ള രീതിയിൽ കളിച്ചേ പറ്റൂ. ബ്രസീൽ ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് ഇഞ്ചുറിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നെയ്മറെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാർലോ ആൻസലോട്ടി. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി പ്ലേയേഴ്സ് ഇഞ്ചുറി കാരണം ഉൾപ്പെടുത്താത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. റോഡ്രിഗോ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം ഫോർവേഡ് ലിസ്റ്റിലില്ല. പിന്നെ അതുപോലെ തന്നെ ജോവാലിൻടൺ മിഡ്ഫീൽഡിൽ അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് സ്ക്വാഡിലില്ല. എദർ മിലിറ്റാവോ ഡിഫൻഡർ അദ്ദേഹം സ്ക്വാഡിലില്ല. ഗബ്രിയൽ മഹല്ലസ് ആവശ്യനല്ല, അദ്ദേഹം കുറേ കാലമായിട്ട് നീ ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം പുറത്താണ്. അദ്ദേഹവും ഇല്ല ഇഞ്ചുറി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾ കീപ്പർ സിറ്റിയുടെ എഡേഴ്സൺ അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് സ്ക്വാഡിലില്ല. അലീസൺ മാത്രമേ ഉള്ളൂ. പിന്നെ ബെൻറ്റോ അൽ നസറിൻ്റെ ഗോൾ കീപ്പറാണുള്ളത്. അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഇഞ്ചുറി ഇല്ലാതെ ബ്രസീൽ സ്ക്വാഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിൽ കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കുറേ ആൾക്കാരുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാവരും കൂടി വരുന്ന സമയത്ത് ബ്രസീൽ ഒരു 100% എല്ലാവർക്കും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമായിട്ട് തന്നെ മാറും. കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീമിനെ നമ്മളെല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെയായിരിക്കും ആൻസലോട്ടിയുടെ അണ്ടറിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീം. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിൽ നിന്നും അല്ലാത്തൊരു കോച്ചിനെ ബ്രസീൽ കൊണ്ടുവരുന്നത്. അതും കാർലോ എല്ലാ ടോപ്പ് 5 ലീഗിലെ എല്ലാ ലീഗ് ടൈറ്റിൽസും കാർലോ ആൻസലോട്ടി നേടിയിട്ടുണ്ട്. അദ്ദേഹം ചെന്ന ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം എല്ലാ ട്രോഫീസും നേടിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അങ്ങനത്തെ ഒരു കോച്ചിനെയാണ് ബ്രസീൽ സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. എങ്ങനെയായിരിക്കും ആൻസലോട്ടിയുടെ അണ്ടറിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീം. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ 4ാം സ്ഥാനത്താണ്. ഐ തിങ്ക് ഇക്വഡോറിനെതിരെയും പരാഗ്വയ്ക്കെതിരെയും മാച്ച് ഉണ്ട്. ആ ഒരു മാച്ചിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീം എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.